പ്രിയമുള്ള വേദിയിലെ വിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുപ്രഭാതം ദിനപത്രം ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ച് മലബാറിൻ്റെ ആരോഗ്യ മേഖലയിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച MBR ക്യാൻസർ സെന്ററിനെയും അതിൻ്റെ സാരഥികളെയും ഇന്നത്തെ വേദിയിൽ വെച്ചുകൊണ്ട് ആദരിക്കുക. കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ബഹുഭൂരിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത ജമിയത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ 2014 സെപ്റ്റംബർ 1 മലയാള മാധ്യമ ലോകത്തേക്ക് കടന്നു വന്ന സുപ്രഭാതം അഭിമാനകരമായ 7 വർഷം പിന്നിട്ട് 8ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 2 സംരംഭങ്ങളും സമീപകാലത്ത് തുടക്കം കുറിക്കുകയും പരിമിതമായ കാലഘട്ടം കൊണ്ട് ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറാൻ കഴിയുകയും ചെയ്ത 2 പ്രസ്ഥാനങ്ങളാണ്. മലബാറിൽ ആരോഗ്യരംഗത്ത് മതിയായ സൗകര്യങ്ങളില്ല. വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ ആരോഗ്യ മേഖലയും ആവശ്യമായത്ര സൗകര്യങ്ങളില്ല എന്ന വിലാപത്തിന് വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാന അളവുകോൽ. എന്നാൽ സമീപകാലത്ത് മലബാറിൻ്റെ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ ഒരുപാട് സംരംഭങ്ങൾ തുടക്കം കുറിച്ചു എന്നത് സന്തോഷകരമാണ്. ആരോഗ്യ മേഖലയിൽ കൂടുതൽ ആശുപത്രികൾ ഉണ്ടാവുക എന്നത് നമ്മൾ ഒരർത്ഥത്തിൽ സന്തോഷിക്കേണ്ട കാര്യമല്ല. കാരണം രോഗം അതൊരു പുരോഗതിയുടെയോ അല്ലെങ്കിൽ മുന്നേറ്റത്തിൻ്റെയോ ചിത്രമായി അളക്കാൻ കഴിയാത്തതാണ്. എന്നാൽ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സ ലഭ്യമല്ലാതെ കിടക്കുന്ന, ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെ പോയ മലബാറിൻ്റെ മേഖലയിൽ നല്ല ഏതാനും സംരംഭങ്ങൾ മുന്നോട്ട് വന്നു. അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ് MBRൻ്റെ നാമധേയത്തിലുള്ള MBR ക്യാൻസർ സെന്റർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം, മലബാറിൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രം. അൽഹംദുലില്ലാഹ് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഈ മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങളെ ചെറുതായി കാണുന്നില്ല. എന്നാൽ ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ മതിയായ ചികിത്സ ലഭ്യമാക്കുന്ന സൗകര്യപ്രദമായ ഒരു സ്ഥാപനങ്ങൾ, ഈ മേഖലയിൽ മാത്രം സ്പെഷ്യാലിറ്റി സംവിധാനമുള്ള ആതുരാലയം ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, തിരുവനന്തപുരം RCCയിലേക്ക് പോകുന്ന കാഴ്ചയാണ് വൈകുന്നേരത്തെ ട്രെയിനുകളിൽ മലബാറിലും മാവേലിയിലുമൊക്കെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ ദയനീയമായ രംഗമായിരുന്നു. ഒരു വേള ഈ
ട്രെയിനുകളൊക്കെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിൻ എന്ന അർത്ഥത്തിൽ പോലും അതിനെ കാണാവുന്ന വിധത്തിൽ അത്രമാത്രം രോഗികളാണ് ദൈനംദിനമായിക്കൊണ്ട് തിരുവനന്തപുരം RCCയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിനാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് MVR ക്യാൻസർ സെന്റർ എന്ന സംവിധാനത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ക്യാൻസർ രോഗം പിടിപെട്ടുകൊണ്ട് അതിന് മതിയായ ചികിത്സ ലഭ്യമല്ലാതെ സാമ്പത്തികമായി വലിയ ബാധ്യത വരുന്ന ചികിത്സ തേടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വലിയൊരു കൈത്താങ്ങാവാൻ, വലിയൊരു സഹായമാകാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിൽ ജനസമൂഹത്തിനും ഒരു അത്താണി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ MVR ക്യാൻസർ സെന്ററിന് സാധ്യമായിട്ടുണ്ട് 5 വർഷങ്ങളെ കൊണ്ട്. വളരെ അഭിമാനകരമായ മുന്നേറ്റമാണ് 5 വർഷം കൊണ്ട് ഈ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 5ാം വർഷം വാർഷികം ഇന്നലെയായിരുന്നു. 5 വർഷം പൂർത്തിയായി 6ലേക്ക് കടക്കുന്നത് ഇന്നലെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലക്ക് MVR ക്യാൻസർ സെന്ററിന്റെ വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അക്കാര്യം ഞങ്ങൾ കൃത്യമായി താല്പര്യത്തോടു കൂടി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മലബാറിന്റെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയൊരു സഹായമാണ് MVR ക്യാൻസർ സെന്റർ എന്നതുകൊണ്ട് തന്നെ അതിന്റെ വളർച്ച, ആ പുരോഗതി, അതൊക്കെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നവരാണ് സുപ്രഭാതവും അതോടൊപ്പം അതിന്റെ ബാക്ക് ബോണായ സംസ്ഥാന ജമിയത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള അതിന്റെ സംഘടനാ സംവിധാനം. അപ്പൊ ഇന്നലെ 5ാം വാർഷികം ആഘോഷിക്കുന്ന വിവരം ഇന്നലെ രാവിലെയാണ് നമ്മൾ അറിയുന്നത്. വാർത്താ സംബന്ധമായി നമ്മുടെ മാർക്കറ്റിംഗ് ചുമതലയുള്ള അബ്ദുറസാഖ് പാങ്ങാട്ട് ഇന്നലെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ ഇന്ന് നമ്മുടെ MVR ക്യാൻസർ സെന്ററിന്റെ 5ാം വാർഷിക ദിനമാണ്, 6ാം വാർഷിക ദിനമാണ്. അപ്പോൾ അത് സംബന്ധമായ വാർത്തകളൊന്ന് പ്രാധാന്യത്തോട് കൊടുക്കണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ. അപ്പോഴാണ് ആ വിവരം നമ്മൾ അറിയുന്നത്. തീർച്ചയായും കഴിഞ്ഞ 5 വർഷക്കാലം MVR ക്യാൻസർ സെന്ററിനോടൊപ്പം അതൊരു ആവശ്യമെന്ന നിലക്ക്, മറ്റു താല്പര്യങ്ങളൊന്നുമല്ല, അനിവാര്യമായ ഒരു സ്ഥാപനം എന്ന നിലക്ക് അതിനോടൊപ്പം നിന്ന സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാർത്തയിലും മറ്റു കാര്യങ്ങളിലൊക്കെ പരമാവധി നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം ചെയ്യുന്ന സേവനത്തെ ഒന്ന് ആദരിക്കുക എന്നത് ഈ സ്ഥാപനത്തോടൊപ്പം എന്നും കഴിഞ്ഞ കാലങ്ങളിൽ താല്പര്യപൂർവ്വം നിന്നിട്ടുള്ള സുപ്രഭാതത്തിന്റെ ഒരു ബാധ്യതയായി ഞങ്ങൾ കാണുകയും ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് ബഹുമാന്യനായ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സുപ്രഭാതത്തിന്റെ ചെയർമാൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ഫോണിൽ ബന്ധപ്പെടുകയും നമുക്ക് അതിന്റെ ആ സ്ഥാപനത്തിന്റെ 2 പ്രഗത്ഭരായ സാരഥികൾ, നമുക്കറിയാം വിജയകൃഷ്ണനേട്ടൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കമ്മിറ്റഡായി സമർപ്പിതമായി ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിജയം സാധ്യമാണ് എന്ന് നിരവധി അനുഭവത്തിലൂടെ കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ ശ്രീ വിജയകൃഷ്ണൻ. അതോടൊപ്പം തന്നെ MVR ക്യാൻസർ സെന്റർ ഈ രോഗം പിടിപെടുന്നതോടുകൂടി തന്നെ എല്ലാ അർത്ഥത്തിലും തകർന്നു പോകുന്ന രോഗിയും കുടുംബവും, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അവലംബമായി കാണുന്നത് ഇതിനാവശ്യമായ ചികിത്സ ലഭ്യമാകുന്ന കഴിവുള്ള ഡോക്ടർമാരെ, രക്ഷപ്പെടാൻ എന്ത് വഴിയുണ്ട് എന്ന നെട്ടോട്ടത്തിനിടയിൽ അവസാനത്തെ അത്താണിയായി കാണുന്നത് ഏതാണ് പ്രഗത്ഭനായ ഒരു ഡോക്ടർ, ആരെ എടുത്തു പോകും, അത് കുടുംബം ഒന്നിച്ചാലോചിക്കും. സങ്കട കണ്ണീരുകളാണ് ഒരു രോഗിയെ സംബന്ധിച്ച്. ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിന്റെ ബയോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നതോടുകൂടി ആ കുടുംബം തന്നെ പൂർണ്ണമായി തകരുകയാണ്. മറ്റേത് രോഗം പോലെയല്ല, അത് പിടിപെട്ടതിന് ശേഷമുള്ള
വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ. നമുക്കറിയാം, സാമ്പത്തികമായ തകർച്ചയുണ്ട്, വലിയ ബാധ്യത വരും, അതോടൊപ്പം തന്നെ ആ രോഗത്തിന്റെ പ്രയാസകരമായ സാഹചര്യം. അപ്പൊ രോഗം പിടിപെട്ടാൽ പിന്നെ ആരാണ് മിടുക്കനായ കഴിവുള്ള ഡോക്ടർ എന്നാണ് ഏറ്റവും ആദ്യമായി അന്വേഷിക്കുക. ഇന്ന് കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ അല്ല, ലോകത്ത് തന്നെ അതിപ്രശസ്തനായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാണ് MVR ക്യാൻസർ സെന്റർ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. വാര്യർ ഡോക്ടർ ക്യാൻസർ എന്ന രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇത് കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആദരണീയനായ നമ്മുടെ വാര്യർ ഡോക്ടർ. അദ്ദേഹത്തിന്റെ ചികിത്സ മൂലം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പലരെയും കാണുമ്പോൾ ആ വാര്യർ ഡോക്ടറോടുള്ള ആ കടപ്പാട്, ജീവൻ രക്ഷിച്ചതിനുള്ള കടപ്പാട് അറിയിക്കുന്ന ഒരുപാട് രോഗികളെ അനുഭവിക്കാൻ അല്ലെങ്കിൽ അവരെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ടു ഇതിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് സുപ്രഭാതത്തിന് അതിന്റെ 2 പ്രഗത്ഭരായ സാരഥികൾ, ബഹുമാന്യനായ ശ്രീ വിജയകൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ വാര്യർ ഡോക്ടറെയും ഒരു പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും കൊടുക്കണം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ക്ലയന്റ് കൂടിയാണ് ഇവര് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പത്രക്കാരുടെ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ പരസ്യം തരുന്ന ആളുകളാണ്. അതും കൂടി ഞാൻ തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ എന്നോട് മറുതലക്കൽ ഇങ്ങോട്ട് പറഞ്ഞത്, നമുക്ക് പരസ്യം തരുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, MVR ക്യാൻസർ സെന്റർ നമ്മുടെ മലബാറിന് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വാർഷികത്തിന്റെ ഭാഗമായി തീർച്ചയായും ആ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കടപ്പാടാണ്, ബാധ്യതയാണ്. കാരണം പത്രം ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ പരിപാടിയെ കുറിച്ചുകൊണ്ട് ആലോചിക്കുന്നത്. ബഹുമാന്യനായ വിജയകൃഷ്ണൻ സാറിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഞാൻ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം ഞാൻ ഈ സദസ്സിന് മുമ്പാകെ അറിയിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരു വേദിയിൽ പോകുന്ന ആളല്ല. അദ്ദേഹം വളരെ പ്രയാസകരമായ വിധത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. സുപ്രഭാതമുള്ള കടപ്പാടൊക്കെ അറിയിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വേദിയിൽ, ഇത്തരം ഒരു വേദിയിൽ ഞാൻ പോകാറില്ല, എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്, എന്നെ ദയവായി ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരുപാട് വയറ് പറഞ്ഞിട്ടാണ് ബഹുമാന്യനായ നമ്മുടെ ഇതിന്റെ ചെയർമാനെ നമ്മൾ ഈ സദസ്സിലേക്ക് സംഘടിപ്പിച്ചെത്തിച്ചത്. അതുപോലെ തന്നെ ബഹുമാന്യനായ വാര്യ സാറുമായി ബന്ധപ്പെട്ടു 2 പേരും നമ്മുടെ ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. വളരെ ചെറിയ ചടങ്ങാണെങ്കിലും ഇത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു സ്നേഹ പ്രകടനമായി ഈ 2 വിശിഷ്ടാതിഥികളും അതോടൊപ്പം MVR ക്യാൻസർ സെന്ററും കാണണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ 2 പേരെയും ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ആദരിക്കുക. പെട്ടെന്ന് നടത്താനുണ്ടായ കാരണം, 1 6ാം വാർഷികത്തിന്റെ ഭാഗമാകണം എന്നതുകൊണ്ട്, 2 കോവിഡ് നമ്മൾ ഏത് സമയവും ഈ പരിപാടികളൊക്കെ നിന്നു പോകുന്ന സാഹചര്യത്തിലേക്കാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല പോകുന്നത് എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്തുക എന്ന നിലക്കാണ് ഇന്നലെ വൈകിട്ട് ഫൈനൽ ചെയ്തു. ഇന്ന് ഈ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളെയും അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടി നമ്മുടെ ഈ സദസ്സിലുണ്ട്. ഒന്ന് ഇപ്പോഴത്തെ ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ബഹുമാന്യനായ ജയേന്ദ്രൻ സാറുണ്ട്. അതുപോലെ തന്നെ മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ ട്രഷററുമായ ബഹുമാന്യനായ വേലായുധനേട്ടനുണ്ട്. ഉൾപ്പെടെയുള്ള MVR ക്യാൻസർ സെന്ററിന്റെ സാരഥികളൊക്കെയുള്ള വളരെ മഹനീയമായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പുരസ്കാര ജേതാക്കളെ അവർ ചെയ്ത സേവനത്തിനുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് സുപ്രഭാതം നൽകുന്ന ഈ സ്നേഹ പുരസ്കാരം, സേവന പുരസ്കാരം നമ്മുടെ വേദിയിൽ വെച്ചുകൊണ്ട് നൽകുകയാണ്. അത് നൽകുന്നത് ബഹുമാന്യനായ കോഴിക്കോടിന്റെ ഖാദി, കോഴിക്കോട്ടെ മുസ്ലിം ജനസാമാന്യത്തിന്റെ പ്രഥമ പൗരൻ, സുപ്രഭാതത്തിന്റെ ഡയറക്ടർ കൂടിയായ ആദരണീയനായ കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേരിയാണ് ഈ പുരസ്കാരം 2 വിശിഷ്ടാതിഥികൾക്കും നൽകുന്നത്. നമ്മുടെ വേദിയിൽ എല്ലാ പ്രഗത്ഭരായ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാന്യനായ മണ്ഡലം MLA, ഇത് നിൽക്കുന്ന കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ്.
അതിൻ്റെ MLA കൂടിയായ ബഹുമാനിയ അഡ്വക്കേറ്റ് PTA റഹീം സാഹിബ്, അദ്ദേഹമാണ് ഈ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം ഈ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യനായ ഉമർ ഫൈസി മുക്കം, നേരത്തെ ഞാൻ പറഞ്ഞു, വേലായുധനെട്ടിനെയും ജയേന്ദ്ര സാറിനെയും ഇവിടെ പൊന്നാട അണിച്ച് ആദരിക്കുന്നു. ആ ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അത് നിർവഹിക്കുന്നത് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം കൂടിയായ ബഹുമാന്യനായ ഉമർ ഫൈസി മുക്കം അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വേദിയിൽ എത്തിച്ചേർന്ന ചാക്കുണ്ണിയേട്ടൻ, സുപ്രഭാതത്തിൻ്റെ ഏത് പരിപാടിയിലെയും അനിവാര്യ ഘടകമാണ് ചാക്കുണ്ണിയേട്ടൻ. തുടക്കം മുതലേ നമ്മളോടൊപ്പമുള്ള ആളാണ്. അതുപോലെ തന്നെ ഡോക്ടർ ബഷീർ സാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. TM വേലായുധൻ, K ജയേന്ദ്രൻ, NC അബൂബക്കർ സാഹിബ്, മോയിൻകുട്ടി മാഷ്, സജീവൻ, സിബിക്കാൽ ഉൾപ്പെടെ ഈ വേദിയിൽ എത്തിച്ചേർന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ വേദിയിലെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് സുപ്രഭാതത്തിൻ്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ ബഹുമാനിയായ നവാസ് പൂനൂർ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നലെ വൈകിട്ട് രാത്രി ഫൈനൽ ചെയ്ത ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക് സാർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ വേദി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നവാസ് പൂനൂരിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു സുപ്രഭാതം. എന്താ ചാക്കുണ്ണിട്ട സുപ്രഭാതം പറഞ്ഞാൽ സുപ്രഭാതം തിരിച്ചു പറയുന്നൊരു മര്യാദ പോലും ചാക്കുണ്ണിട്ടില്ല. ഞാൻ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ NC വലൈക്കും അസ്സലാം എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചാക്കുണ്ണിട്ടനും ഗുഡ് മോർണിംഗ് പറയും. നമസ്കാരം പറഞ്ഞാൽ സജീവേട്ടൻ നമസ്കാരം പറയും. സുപ്രഭാതം പറഞ്ഞിട്ട് മലയാളികളായി നമ്മളാരും പ്രതികരിച്ചില്ല എന്നുള്ളത് വലിയ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ സുപ്രഭാതം. പിന്നെ ഈ വളരെ പ്രധാനപ്പെട്ട സമയമാണിത്. നമ്മൾ ആദരിക്കുന്നത് സേവന പുരസ്കാരമാണ് നൽകുന്നത്. ഇവർ ചെയ്ത സേവനത്തിന് വിജയകൃഷ്ണനും ഡോക്ടർ നാരായണൻകുട്ടി വാര്യരൊക്കെ ചെയ്ത സേവനത്തിനുള്ള അംഗീകാരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് എത്രയും ലഘുവാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഡോക്ടറെ കാണാൻ ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഡോക്ടർ നിരന്തരം നമ്മൾ ശല്യം ചെയ്യാറുണ്ട്. വിളിച്ചു പറയും, ഡോക്ടർ നേരിട്ട് വിളിക്കില്ല, ഒന്നുകിൽ വേലാതിനെ വിളിക്കും, അല്ലെങ്കിൽ NC വിളിക്കും. അങ്ങനെ ആരെങ്കിലും അത്യാവശ്യത്തിന് മാത്രം വിജയകൃഷ്ണനെ വിളിക്കും. വിജയകൃഷ്ണനായിട്ട് 10-30 കൊല്ലത്തെ ഹൃദയബന്ധമുണ്ട്. പക്ഷേ വിജയകൃഷ്ണനോട് മാഷ് സൂചിപ്പിച്ചതുപോലെ വിജയകൃഷ്ണൻ കൈവെക്കുന്ന മേഖലയിലൊക്കെ കനകം വിളിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതൊരു വലിയ പാഠമാണ് കേരള സമൂഹത്തിന്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തിയല്ല, വ്യക്തികളുടെ ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് പ്രധാനം എന്ന് തെളിയിക്കുന്ന ഒരു വിജയമാണ് വിജയകൃഷ്ണൻ. കാരണം വിജയകൃഷ്ണന്റെ വിജയകൃഷ്ണൻ ഒരു വലിയ വളരെ ചെറിയൊരു പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു, ഒരു ജില്ലാ നേതാവാണ്. ഇന്ന് വിജയകൃഷ്ണൻ അറിയാത്ത മലയാളികളില്ല ലോകത്ത്. ലോക മലയാളികളുടെ മുഴുവൻ ഹൃദയത്തിൽ വിജയകൃഷ്ണൻ സ്ഥാനം നേടാൻ കഴിഞ്ഞത് ഈ കർമ്മം കൊണ്ടാണ്. രാഷ്ട്രീയത്തിലില്ലാത്ത ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഇവിടെ മുസ്തമാഷ് സൂചിപ്പിച്ചല്ലോ, ഇന്നലത്തെ സ്വീകരണത്തിന്റെ വിജയകൃഷ്ണനോട് പറഞ്ഞപ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, കാരണം വിജയകൃഷ്ണൻ വരില്ല. വിജയകൃഷ്ണൻ ഒരു സ്വീകരണത്തിന് വരില്ല, ഒരു അവാർഡ് വാങ്ങാൻ വരില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു. അത് വിജയകൃഷ്ണന്റെ രീതിയാണ്. കാരണം സാധാരണ രാഷ്ട്രീയക്കാർ എങ്ങനെയാണോ അവാർഡ് എന്ന് പറയണ്ട, എന്ന് പറഞ്ഞാൽ ഒരു അവാർഡാണോ എന്ന് ചോദിച്ചത് വരുന്ന ഒരു കാലമാണിത്. അങ്ങനെ മൂല്യശോഷണം വരുന്ന രാഷ്ട്രീയത്തിൽ ഇപ്പോഴും മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിജയകൃഷ്ണൻ, അദ്ദേഹം സഹകരണ മേഖലയിൽ ഉണ്ടാക്കിയ വിപ്ലവം നമുക്കറിയാം. അതുപോലെ ഈ ക്യാൻസർ രംഗത്ത് തുടങ്ങിയപ്പോൾ ക്യാൻസർ രോഗികൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും ഒക്കെ വണ്ടി കയറുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കി മലബാറിലെ മുഴുവൻ ക്യാൻസർ രോഗികളും ഇന്നിപ്പോൾ ആശ്വാസമായി കണ്ടെത്തുന്ന അവിടെയാണ്. സർവശക്തമായ ആ മാരകമായ രോഗത്തൊട്ട് നമ്മളൊക്കെ കാക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. എന്നാലും ആ രോഗം പിടിപെട്ട ആളുകൾക്ക് ഒരു ആശ്വാസം, വലിയ അത്താണിയാണത്. അപ്പൊ ആ സേവനത്തെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. അപ്പൊ നമ്മുടെ ഒരു ഹൃദയത്തിന്റെ സ്നേഹപ്രകടനമാണിത്. ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ച ചടങ്ങാണിത്. എന്നാൽ പോലും ഇത് നമ്മുടെ ഓഫീസിൽ, സുപ്രഭാത ഓഫീസിൽ നമുക്ക് 1000-1500 ആളുകൾ കൊള്ളുന്ന ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ച് സംഘടിപ്പിച്ചാൽ ഏറ്റവും കുറഞ്ഞ വെച്ച് നിങ്ങൾ സ്റ്റാഫെങ്കിലും 10-300 ആളുണ്ടാവും. പക്ഷെ പറ്റില്ലല്ലോ, ഇത് വാർത്ത കൊടുത്താൽ അതിന് ആളുകൾ വരും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ലിമിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് വളരെ ബോധപൂർവമാണ് ഇത്രയും ചെറിയൊരു ഓഡിറ്റോറിയം ഇതിനുവേണ്ടി സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ വെച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ MBRലേക്ക് പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ, അതിപ്പോൾ അവിടെ ആയാലും നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടുത്തെ സ്റ്റാഫെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരൊക്കെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു ഒതുങ്ങിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ വാര്യരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഏറ്റവും കേരളത്തിലെ മാത്രമല്ല, വളരെ ശ്രദ്ധേയനായ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ, ഈ രംഗത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർ എണ്ണത്തിൻ്റെ ആദ്യത്തെ കൈവരിലെണ്ണുന്ന ഒരു നമ്പറായിരിക്കും ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ. ഈ വാര്യരെയൊക്കെ അത്ഭുതം തോന്നിയത്
ഈ രോഗികൾക്ക് കൊടുക്കുന്ന ആശ്വാസം അത് എന്തൊരു ക്ലാമറ മനുഷ്യന്റെ മുഖത്ത്. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ മാസ്ക് വലിയ ശല്യമായി തോന്നുന്നത് ഡോക്ടറെ പോലുള്ള ആളുകളെ, ഭംഗിയുള്ള ആളുകളെ കാണാൻ. ഭംഗിയില്ലാത്ത നമ്മളൊക്കെ ഇത് വെച്ച് നടത്തുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഭംഗിയുള്ളവർക്ക് മറച്ചു വെക്കേണ്ട ഒരു കാലമാണല്ലോ ഇത്. അപ്പൊ ഡോക്ടർ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു പേഷ്യന്റിന്റെ രോഗം അങ്ങനെ ചോർന്നില്ലാതായി പോകും. അത് മാന്ത്രിക ശക്തി ഡോക്ടർക്കുണ്ട്. കാരണം MBRന്റെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം നല്ല ടീമാണ്. വലിയൊരു ഡോക്ടർമാരുടെ നിരയുണ്ട്. ആ ഡോക്ടർമാരൊക്കെ കഴിവുള്ളവരാണ്, പ്രഗത്ഭരാണ്. ഓരോരുത്തരും ഞാൻ എണ്ണി പറയുന്നില്ല. പക്ഷേ ഡോക്ടർ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവിടെ ഏത് രോഗിക്കും കാണേണ്ട ആദ്യത്തെ പേര് നാരായണ കാണണം, ഡോക്ടറെ കാണണം എന്നുള്ള ഒരു വളരെ എന്താ പറയാ ഒരു ഹൃദയപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥന. അതായിരിക്കും അവിടെ വരുന്ന എല്ലാ രോഗികൾക്കുള്ളത്. അത് അദ്ദേഹത്തിന്റെ ശക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കഴിവും ഈ ഒരു അർപ്പണ ബോധവും ഒക്കെ എന്നും നിലനിർത്തി കൊടുക്കട്ടെ സർവശക്തൻ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഇവരെ രണ്ടുപേരെയും ഹൃദയപൂർവ്വം സുപ്രഭാതത്തിന് വേണ്ടി ഞാൻ എൻ്റെ അഭിനന്ദനം, എൻ്റെ വ്യക്തിപരമായും സുപ്രഭാതം കുടുംബത്തിന് വേണ്ടിയുമുള്ള അഭിനന്ദനം ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ MLA അഡ്വക്കേറ്റ് PT റഹീമാണ്. റഹീം സാഹിബിന് ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പരിപാടി പറഞ്ഞു തന്നു, ഇങ്ങനെ പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞു അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഞാൻ പറഞ്ഞു ഇതാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ടില്ല, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു, അങ്ങോട്ട് മാറ്റി തള്ളി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ 10:30 വിടാന്നിരുന്ന് പറഞ്ഞത് നടന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട കാലി നമ്മുടെ ജമലി തങ്ങളുടെ വീട്ടില് ഒരു വലിയ സമ്മേളനത്തിന്റെ ആളുണ്ട് അദ്ദേഹത്തെ കാണാൻ. ഇന്ന് അദ്ദേഹം ചൊവ്വാഴ്ച വീട്ടിലുണ്ടാകുന്ന ദിവസമാണ്. അദ്ദേഹത്തെ കാണാൻ അവിടെ ഒരു വലിയ ആൾക്കൂട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് വിടുന്നുണ്ട്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട റഹീം സാഹിബിനോട് അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ നവാസ്, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുന്നമംഗല നിയോജക മണ്ഡലത്തിലാണ് ഈ അത്ഭുതമായ വളരെ വേഗം വളർന്ന് വികാസം പ്രാപിച്ച MBR ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടി ഇവരെ ബഹുമാനപ്പെട്ട ഭാര്യ ഡോക്ടറെയും കൃഷ്ണനെയും അനുമോദിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ കൂടുതൽ സംസാരിക്കണം ആഗ്രഹിക്കുന്നത് സഹകരണ രംഗത്ത് ഏത് രീതിയിലാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംരംഭം, അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സഹകരണ രംഗത്ത് വലിയൊരു മാതൃക, ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംവിധാനമായി സഹകരണ രംഗത്തെ വളർത്തിയെടുത്തത് MBRന്റെ സൃഷ്ടികളാണ് എന്നുള്ള കാര്യത്തിൽ ബഹുമാന ഡോക്ടർ അതിന്റെ പരസ്പര പൂരകങ്ങളാണ് ബഹുമാനപ്പെട്ട ഭാര്യ ഡോക്ടർ സ്ഥാപനം. എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ വലിയൊരു സ്ഥാപനം അവിടെ വന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ BMBC റോഡുകളൊക്കെ സാധാരണയാണ്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടാണെങ്കിൽ റോഡ് അങ്ങനെ തന്നെ BMBC ചെയ്തു. ഞാൻ കുടുങ്ങിയല്ലോ. അപ്പോൾ മനോഹരമായ റോഡ്, ഇത്രയും മനോഹരം ഇപ്പൊ നമുക്ക് പലയിടങ്ങളിലും ഈ റോഡ് കാണാം. പക്ഷേ ആദ്യമായിട്ട് ആശുപത്രിക്കുള്ള റോഡ് അവരങ്ങ് ചെയ്തു, കോടിക്കണക്കിന് രൂപയാണ് മുടക്കി. അപ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ചെയ്യുന്ന പണിയിലാണ്. ഇപ്പോൾ ഒരുപാട് റോഡുകൾ അങ്ങോട്ട് വന്നു. പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവിധമായ സഹകരണവും പരസ്പരം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഇനി ഒരുപാട് പദ്ധതികൾ ഈ സഹകരണങ്ങളുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാന്യനായ തങ്ങൾ അവർകളാണ് നമ്മുടെ 2 ഇഷ്ടാതിഥികൾക്ക് നമ്മളിവിടെ പുരസ്കാരം നൽകുന്നത്. നൽകാൻ വേണ്ടി സുപ്രഭാതത്തിന്റെ ആ സ്നേഹ പുരസ്കാരം, സേവന പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ആദരണീയനായ തങ്ങളവരുകളെ ഏറ്റുവാങ്ങുന്നതിന് 2 പ്രമുഖരായ ആ വ്യക്തിത്വങ്ങളെയും സാധകം ക്ഷണിക്കുന്നു.
വേദിയിലുള്ള ഇന്ന് ആദരിക്കപ്പെടുന്ന മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഡോക്ടർ വേദിയിലുള്ള ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സദസ്സുള്ള ദൈവഗതാഗതങ്ങളുടെ സുപ്രഭാതത്തിൻ്റെ കുടുംബങ്ങൾ ഇതിൻ്റെ മുഹൂർത്തത്തിലാണ് സുപ്രഭാതത്തിന് ഇതുപോലുള്ള ഒരു പുരസ്കാരം ക്യാൻസർ സെൻ്ററിൻ്റെ ഉയർന്നതായ നേതൃത്വത്തിന് നൽകാൻ സാധിച്ചുള്ള ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചു. പക്ഷേ സ്വാഭാവികമായി പറഞ്ഞു ക്യാൻസർ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇന്ന് MBR ക്യാൻസർ സെൻ്റർ. ധാരാളം ക്യാൻസർ രോഗികൾ വർദ്ധിച്ച ഒരു സമയമാണ്. മതിയായ ചികിത്സ ലഭിക്കാൻ സൗകര്യങ്ങളില്ലാത്ത ഈ ഒരു സന്ദർഭത്തിലാണ് ഒരു ഭാഗ്യമെന്നോണം ഈ MBR ക്യാൻസർ സെൻ്റർ നമുക്ക് ഇവിടെ സ്ഥാപിക്കാൻ ഒരാൾ ശ്രമിച്ചു. എന്തുകൊണ്ടും അവരെ അഭിനന്ദിക്കുകയാണ്. അവർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ പാവങ്ങളും നേരുന്നു. എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. പൊന്നട നീക്കലാണ് ഇതിന്റെ സ്ഥാപക സെക്രട്ടറി ശ്രീ വേലായുധനെ നമ്മുടെ ഡയറക്ടർ സുപ്രഭാതം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുഖം പൊന്നട നീക്കണം. ബഹുമാന്യനെ ഉമർ ഫൈസി. കൂടുതൽ പറയേണ്ട സമയമല്ല, എല്ലാവരും തിരക്കുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുകയും ഈ പത്രത്തിനും ആശുപത്രിക്കും ഒരുപോലെ എല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിച്ചു. വേദിയിലെയും സഹസ്ഥരെയും സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമസ്കാരം നമ്മൾ വന്നത്. ഞാനിവിടെ വിജയ സാറിനെ ഡോക്ടറിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിജയ സാർ ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പരിചയപ്പെടുത്തിയ സുപ്രഭാതത്തിന്റെ ഒരു സുഹൃത്ത് നൽകണത് ശരിയാണ്. സുപ്രഭാതത്തിന്റെ എന്ത് പരിപാടിയെങ്കിലും ഇന്ന് വരെ മുടങ്ങാതെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, എനിക്കൊരു വസ്തു കിട്ടുമെന്ന് ഞാൻ പറയാതിരിക്കാൻ വേണ്ടില്ല. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് പത്മശ്രീ നൽകാൻ വേണ്ടി എൻ്റെ ബയോഡാറ്റ വളരെ ഉന്നതനായ ഒരു മഹൽ വ്യക്തി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നിരസിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ പത്മശ്രീയുടെ അതിനേക്കാൾ പ്രാധാന്യമാണ് ഈ പ്രാഥമിക അവാർഡിന് കാണുന്നത്. അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഡോക്ടറെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ പലരും തപ്പി കളിച്ചു. ഞാൻ ഒരു കമ്പനിയുടെ പേരും ശരിയല്ല. അദ്ദേഹത്തെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഒരു കിട്ടുമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞപ്പോൾ എന്നോട് ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 8ാമത്തെ സ്ഥാനമാണ് അദ്ദേഹത്തിന് ഓങ്കോളജി ഭാഗത്തുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ കേരളത്തിൽ ഒതുക്കണ്ട, അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലെങ്കിലും സുപ്രഭാതം ഈ അവാർഡ് ഈ ചെറിയ മുടിയാണെങ്കിലും അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഒരു പത്രധർമ്മത്തിനുപരിയായി സാമൂഹ്യ പ്രതിബദ്ധ നിലനിർത്തുന്ന പത്രമാണ് സുപ്രഭാതം എന്ന് പറയാൻ യാതൊരു മടിയില്ല. നിങ്ങൾ ആര് ചോദിച്ചില്ലെങ്കിലും തിരുവമ്പാടി എയർപോർട്ടിന്റെ വളരെയധികം മുൻ ചർച്ച നടന്ന സമയത്ത് ഒരു സെമിനാർ നടത്തി പലെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷെ ചില പ്രാദേശിക എതിർപ്പുകളും
ചില തൽപര കക്ഷികളുടെ പ്രോത്സാഹനം കൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഇന്ന് എയർപോർട്ട് ഇവിടെ വിമാനം പൊങ്ങുമായിരുന്നു. നാളെ അത് നടക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ പറയുന്നത് ഭംഗിയല്ല. ഒരുപാട് സാഹചര്യത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയെങ്കിലും ഈ സുപ്രഭാതത്തിന് ഇത്രയും വലിയൊരു വേദിയില്ല. എത്ര പേരുണ്ടെന്നല്ല, എല്ലാവരും ഓരോ പ്രസ്ഥാനങ്ങളാണ് കൊണ്ടിരിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാനുള്ള ഒരു വാതിൽ തുറന്നു തന്നു. പക്ഷേ അതിന് സുപ്രഭാതത്തിന് ഞാൻ നന്ദി പറയാം. പിന്നെ ഡോക്ടർ നാരായണൻകുട്ടികാരെ പറ്റി പറയുകയാണെങ്കിലേ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സാഹിത്യ പ്രസംഗം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. എൻ്റെ നാട്ടിൽ നിന്ന് പലരും വരും. എല്ലാവർക്കും ആദ്യം കണ്ട് ഡോക്ടറെ അവിടുത്തെ രീതി അനുസരിച്ച്. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒരു ശുപാർശ ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് വളർത്തുന്നത്. ഞാൻ വിജയ് സാറിന് ഡോക്ടറെ അഭിനന്ദിക്കാം. കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും അതോടൊപ്പം തന്നെ ഈ ആശുപത്രി ലോകത്തിന് ഒരു മാതൃകയാണ്. ഒരു ആശുപത്രി എന്നല്ല, ഒരു ടൂറിസം എന്ന കാര്യം, ഒരു റിസോർട്ടായിട്ട് എനിക്ക് കാര്യം പോയാൽ തോന്നുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ മഹാമാരിയെ രക്ഷപ്പെടാൻ നമ്മളെല്ലാവരും ഒത്തിരി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനനായ നവാസ് ഖാൻ, ഇന്നത്തെ ചീഫ് ഗസ്റ്റുകളായ നമ്മുടെ ടീം ക്യാപ്റ്റൻ ഏട്ടൻ, MVR ക്യാൻസർ തന്നെ ലോകത്തെത്തിച്ച ഒരു ഡോക്ടർ, ബഹുമാനനും പ്രിയങ്കരമായ തങ്ങൾ അവർ, വേദിയിലെ ഇഷ്ടത്തികൾ, ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് ഇതിൽ നോക്കി കാണുന്നത്. കാരണം നമ്മുടെ ചെയർമാൻ ഇങ്ങനൊരു അവാർഡിന് ഏറ്റുവാങ്ങാൻ എങ്ങനെ സമ്മതം കൊടുത്ത് ആരാണ് ഇദ്ദേഹത്തെ വീഴ്ത്തിയത് എനിക്കറിയില്ല. ഇതിനു മുമ്പേ സെക്രട്ടറി പറഞ്ഞതുപോലെ 3 ടേമിന് മുമ്പേ ഇങ്ങനെ ഒരു അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അന്നാണ് മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശക്തമായ എതിർക്കയുണ്ട്. അവിടെ നമ്മുടെ മെമ്പർമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എന്താ വേണ്ടത്. മൂപ്പര് നേരത്തെ തന്നെ സമ്മതം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ വിളിച്ചത്. പിന്നെ ഞാനത് അംഗീകരിക്കാത്ത കാര്യമില്ല. മൂപ്പര് നേരത്തെ തന്നെ സമ്മതം കൊടുത്ത് റെഡി അയച്ചു. ഞാൻ പറഞ്ഞു നല്ലതാണ്, പുറത്തിൻ്റെ ആണ്, പക്ഷെ സമസ്തമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്, പോയേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനാണ് സമ്മതം കൊടുത്തതിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. അവിടെ പറയാതിരിക്കാൻ സാധിക്കും. നമുക്കറിയാം ഈ എല്ലാ രംഗത്തും, ഇപ്പോൾ നമ്മൾ ഈ സാംസ്കാരിക രംഗങ്ങളിൽ മാത്രമല്ല, ഈ സഹകരണ മേഖലയിൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരാൻ സാധിച്ചിട്ട്. കാരണം എല്ലാ മേഖലയിലും 5 സ്റ്റാർ ഹോട്ടൽ ബത്തേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിക്കും, ഇതൊരു പുതിയ അത്ഭുതം സൃഷ്ടിക്കും. അധ്യക്ഷന് അവസാന എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലുള്ള സുപ്രധാന തീരുമാനം അദ്ദേഹം അവിടെ ആയിരിക്കും പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്രട്ടറി ഉൾപ്പെടെ ആളുകൾ പോലും അറിഞ്ഞിട്ടാവില്ല എന്താ പറയാൻ പോകുന്നത്. ഇന്നിപ്പോ പാലക്കാട് വലിയ സംഭവം വരാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞുകൊണ്ടിലേക്ക് കിടക്കുന്നില്ല. ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് സഹകരണ മേഖല എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കണ്ണിയും അതിന്റെ ക്യാപ്റ്റനും വിജയേട്ടൻ തന്നെ ആണ് എന്ന് പറയാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കി അറിയാം. ലേഡർ ഇത് കേരളത്തിലെ എല്ലാ മുക്കുവിലും അതിൻ്റെതായ ആ ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ MVR ക്യാൻസർ തന്നെ ഇതിലേക്ക് ഉയർത്താൻ വേണ്ടി സഹകരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ വാര്യ സാർ, അദ്ദേഹത്തിന്റെ കഠിന ശ്രമമായ ടീമിന്റെ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് MVR ക്യാൻസർ സെന്റർ ഇന്ന് എല്ലായിടത്തും. ഇതിപ്പോ അതിന് ഒരു പരസ്യം വേണ്ട. ഞാൻ പറഞ്ഞ സുപ്രാത്തിന് പരസ്യം നമുക്ക് വേണ്ട കേട്ടോ. ഇത് ഇപ്പൊ തന്നെ MVR ശരിക്ക് ലോകം അറിയപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഡോക്ടർ വാര്യ തന്നെ അദ്ദേഹത്തെ എടുത്ത് വരാതിരിക്കുന്നില്ല. ഇങ്ങനെ അവസരം സുപ്രാത്തിനെ എല്ലാവരും അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ്. നമ്മളെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാനൊരു സുഖമായി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇനി ഇവിടെ എന്തായാലും ഒരു മറുപടി പ്രസംഗം ഉണ്ടാവും രണ്ടുപേരും. അതിൽ ഈ രണ്ടുപേരും ഇപ്പോൾ തന്നെ അസ്വസ്ഥരായിരിക്കുന്നുള്ള കാര്യം സംശയമില്ല. കാരണം അനാവശ്യമായിട്ട് അവനവനെ പുകഴ്ത്തുമ്പോൾ ഇഷ്ടപ്പെടാത്ത അപൂർവം കുറച്ച് ആളുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന രണ്ടുപേരാണ് ഇവിടെ നമ്മൾ ആദരിച്ചിട്ടുള്ള വിജേഷനും ഡോക്ടർ വാര്യരും. വിജേഷനെ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അറിയാം, അന്ന് മുതലേ അറിയാം.
അന്ന് തന്നെ ഒരു പ്രത്യേക വ്യക്തിത്വം, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ലളിതമായിട്ടുള്ള ജീവിതത്തിൽ നയിച്ച ആ കാലത്ത് തന്നെ അദ്ദേഹം കൈവയ്ക്കുന്ന ഓരോ മേഖല, ഇപ്പം നേരത്തെ നവാസ്കർ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ എന്ത് കളിയും കളിച്ച് മുന്നോട്ടേക്ക് പോകാമായിരുന്നു. അതിനു പകരം രാഷ്ട്രീയമല്ല തൻ്റെ വേദി എന്ന് മനസ്സിലാക്കി സഹകരണ രംഗത്ത് നമുക്കറിയാവുന്നില്ല കോടികൾ സ്വന്തം പോക്കറ്റിലേക്ക് അടിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾക്കിടയിൽ സ്വന്തം പോക്കറ്റിലേക്കല്ല, ഈ സമൂഹത്തിൻ്റെ പോക്കറ്റിലേക്കാണ് കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. ഇപ്പോഴും പറഞ്ഞില്ലേ, NC പറഞ്ഞ പോലെ കൃത്യമായിട്ട് പുതിയ പുതിയ ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി അന്യജീവൻ ഒതുക്കി സ്വജീവിതം ധന്യമാക്കുക എന്ന് പറയുന്ന ആ വഴികൾക്ക് കൃത്യമായ അർത്ഥമുള്ളത് വിജയേഷിൻ്റെ ഈ ഒരു ജീവിതത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണെന്നുള്ള സംശയമില്ല. ഡോക്ടർ വാര്യരെ ഈ ആശുപത്രിയുടെ തലവൻ എന്ന നിലയിലല്ല ഞാൻ അറിയുന്നത്. അദ്ദേഹത്തെ ഞാൻ ഒരു തവണ മാത്രമാണ് പരിചയപ്പെട്ടത്. പക്ഷേ ആ പരിചയപ്പെടാൻ പോലും കാരണമായി തീർന്ന സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിനടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും DVK പത്രപ്രവർത്തനത്തിൻ്റെ കേരളോദയോട് തുടങ്ങിയ കാലത്താണ് എൻ്റെ വീട്ടിനടുത്ത് ഒരു പച്ചക്കറിക്കട നടത്തുന്ന ഒരു പാവപ്പെട്ട ആളുടെ മകന് അപൂർവമായിട്ടുള്ളൊരു രക്താർബുദം. അപ്പോൾ അതിൻ്റെ സാധ്യത ഇന്നൊക്കെ പല ആളുകൾ സഹായിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ വലിയ തുക വരുന്ന ഇതാണ് മരുന്ന്, ഒരു ഇഞ്ചക്ഷന് എത്രയോ വില വരുന്നതാണ്. അത് ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റാത്തതാണ്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ആ പയ്യൻ തന്നെ പറഞ്ഞു, പിന്നീട് പറഞ്ഞൊരു ഡോക്ടർ വാര്യർ സാർ അത് എനിക്ക് സൗജന്യമായിട്ട് സംഘടിപ്പിച്ചത്. അദ്ദേഹം കയ്യിൽ നിർത്തി കൊടുത്തായിരിക്കില്ല, പക്ഷെ അതിൻ്റെ സാധ്യതകൾ തേടി ഈ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ്റെ മകനെ സഹായിക്കുക എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകമായ ഒരു നേട്ടവും അദ്ദേഹത്തിന് കിട്ടാനില്ല. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ആഗ്രഹിച്ചും പരിചയപ്പെട്ടതും ഒരു തവണ മാത്രം നമ്മളങ്ങനെ സംസാരിച്ചുള്ളൂ, പിന്നെ കാണാറുണ്ടോ അല്ലാതെ എനിക്ക് വളരെ മനസ്സിൽ തട്ടിയ ഒരു വ്യക്തിത്വമാണ്. ഈ രണ്ട് പേരെക്കുറിച്ചും രണ്ട് വാക്കുകൂടെ പറയാൻ എനിക്കൊരു അവസരം കിട്ടിയത് നല്ല കാര്യമാണ്. കാരണം വിജയേഷനാണെങ്കിലും ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് നമ്മൾ അധികമൊന്നും കാണാറൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം ആണ് ഇദ്ദേഹം എന്ന് പറയാൻ, ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് നല്ല ആളുകളെക്കുറിച്ച് നല്ലതാണ് എന്ന് അവർ കേൾക്കെ പറയുമ്പോൾ നമുക്കുണ്ട ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ, ആ ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും ഞാൻ അനുഭവിക്കുന്നു. എന്നെ വിളിച്ചതിന് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരോടും നന്ദി. എൻ്റെ സുഹൃത്ത് നവാസ്, വേദിയിലുള്ള ആദരണീയരായ ഉമ്മർ ഫാസിക്കും, അതുപോലെ തന്നെ നമ്മുടെ സാസി, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ രാവിലെ നമ്മളെ എന്താ നിങ്ങളെ പേര്, മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ പരസ്യത്തിനൊന്നല്ല, ഇന്നിപ്പോ 5ാം വാർഷികമാണ്, നിങ്ങളൊന്ന് ആദരിക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് അതിനുള്ളൊരു അംഗീകാരമുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഒരാൾ വിചാരിച്ചാൽ ഈ ഭൂമിയിൽ ഒന്നും നടക്കും. ഞാൻ അങ്ങനെ ഒരു വാക്ക് അഹംഭാവത്തിന്റെ ഭാഗത്തുനിന്ന് വരും. ഞാൻ വിചാരിച്ച ഒന്നാണ്, നമ്മളെല്ലാവരും പാടെ വിചാരിച്ചാലേ നടക്കും. അതുകൊണ്ട് തന്നെ ഒരംഗീകാരം കാക്കുണ്ണിയേട്ടൻ, നമ്മുടെ മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവൻ സാർ പൊതുപരിപാടിയിൽ NDRൽ വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ചെയർമാന് ഞാൻ പത്മഭൂഷൺ റെക്കമെൻഡ് ചെയ്യും. ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ പത്രക്കാരോട് ഞാൻ പറഞ്ഞു, അത് മാത്രം നിങ്ങൾ പറയരുത്, ഞാൻ പറയും. അന്ന് വൈകുന്നേരം പോയി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചില്ല, ഒഴിവാക്കണം, ഇനി അതിന്റെ മുകളിൽ മുന്നോട്ട് പോയി.
എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള അർഹത എനിക്കില്ല എന്ന് എനിക്ക് തന്നെയാണ്. ഞാൻ ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ്. കടന്നു വന്ന വഴികളൊക്കെ ബുദ്ധിമുട്ടുള്ള. എന്തുകൊണ്ട് ഇവിടെ എത്തി നിൽക്കുന്നു അറിയില്ല, ഉത്തരമില്ല. തൊട്ടതൊക്കെ പൊന്നാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്ത് ഇത് തുടങ്ങാനുള്ള കാരണം എൻ്റെ സിറ്റി ബാങ്കിൻ്റെ GM ആയ സാജു ജെയിംസിന്റെ ഭാര്യ കല്യാണം കഴിച്ച് ഒരു കൊല്ലത്തിനുള്ളിൽ മരിക്കും. ആ ഡെഡ് ബോഡി നമ്മുടെ മുക്കത്തിനപ്പുറത്ത് കൂടരഞ്ഞിയിലായിരുന്നു അവർ. ആ ഡെഡ് ബോഡി കണ്ടിറങ്ങുന്ന എൻ്റെ മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ട് ആ കുട്ടീനെ പ്രസവിച്ച് 40 ദിവസം കഴിയുമ്പോഴാണ് ക്യാൻസറാണ്, 10-60 ദിവസം കൊണ്ട് മരിക്കുകയും ചെയ്യും. RCC കൊണ്ടായിരുന്നു അന്ന് NVR കാലഘട്ടം. കൃഷ്ണൻ നായരായിരുന്നു അന്ന് അതിൻ്റെ ഡയറക്ടർ. അത് കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സിൽ തോന്നി ഒരു ക്യാൻസർ സെന്റർ എന്തുകൊണ്ട് തുടങ്ങാൻ പറ്റും. സിറ്റി ബാങ്കിന് അന്ന് ആകെയുള്ളത് 164 കോടി രൂപ ഡെപ്പോസിറ്റ്. NVRോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ആഗ്രഹമുണ്ട്, ഒരു വലിയ ക്യാൻസർ സെന്റർ തുടങ്ങണം എന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. NVR നമ്മൾ തുടങ്ങാൻ പറ്റൂല. നിനക്ക് എന്താ മനസ്സിലായത്? നീ ആകെ 2 കൊല്ലം 3 കൊല്ലം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ചെയർമാനായിട്ടാണ്. അത് ഉണ്ടാക്കിയൊരു സ്ഥാപനം, അത് സമ്മതമില്ല എന്ന് പറഞ്ഞു. 2-3-4 മാസങ്ങൾ പോയി. NVR കോയമ്പത്തൂര് ഒരു കണ്ണാശുപത്രിയിൽ ഐ ഫൗണ്ടേഷനിൽ കാട്ടി തിരിച്ചു വരുമ്പോൾ വാളയാറ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, NVR നിങ്ങൾ പെരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിക്കൊണ്ടല്ലേ CPM-ന് പിടിച്ചുകൊണ്ടാവാൻ കഴിഞ്ഞത്? ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ വന്നതല്ല. അതൊരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരിക്കും. കളിപ്പറമ്പിൻ്റെയും പയ്യന്നൂരിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം. ആരും കൊണ്ടുപോകട്ടെ NVR, നമ്മൾ ഉണ്ടാക്കുക. മറുപടി പറഞ്ഞില്ല. കുറെ സമയം മൂപ്പരിങ്ങനെ ഇരുന്നുറങ്ങും യാത്രയിൽ. അപ്പൊ എന്നോട് കുറെ പുറത്തെത്തിയ മണ്ണാർക്കാട് എത്താൻ സമയത്ത് എന്നോട് ചോദിച്ചു, നീ എന്ത് തീരുമാനിച്ചു? എന്തിനു പറ്റിയ നീ തുടങ്ങാൻ തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞു തുടങ്ങാം. പക്ഷെ ഒരു കാര്യം, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളും വരും. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കരുത്. അത് മാത്രം ചെയ്യും, നിനക്ക് തുടങ്ങാം. NVR മരിക്കുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ജയൻ NVR കാണാൻ പോയി. NVR വളരെ അടുത്ത സുഹൃത്ത്. NVR പറഞ്ഞു, എനിക്ക് 2 പ്രയാസങ്ങളാണ്. ഒന്ന്, നികേഷ് സ്വന്തമായി ചാനൽ തുടങ്ങാൻ പോകും, അതിനെ പ്രയാസപ്പെടുത്തും. ഓൻ എന്താവും? ഓന് അമൃതയില് 3 ലക്ഷത്തിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ വേണ്ടാതെയാണ് അവൻ പോകുന്നത്. എന്തിന്? അത് പിന്നെയും സഹിക്കുക. വിജയകൃഷ്ണൻ ക്യാൻസർ സെന്റർ തുടങ്ങും, ഓൻ ആരാ സഹായിക്കാനുണ്ടാവുക? അതെന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് NVR ഒരു അത്ഭുതമാണ്. വന്ന് കണ്ട ആളുകൾക്കറിയാം. 7 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് 2 വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയത്. 2015 നവംബർ 13 തറക്കല്ലിടുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ്. അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, 2017 ജനുവരി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ 2017 ജനുവരി 13 ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഒരു ഐഡിയ എനിക്കില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ കിട്ടാൻ 4 ദിവസം വൈകിയപ്പോഴും 17 തുറന്നു കൊടുക്കാൻ കഴിയും.
എങ്ങനെയാ അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കോ എനിക്കോ അത് കഴിഞ്ഞ് 35,000 സ്ക്വയർ ഫീറ്റ് ഒരു ഹോട്ടൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിങ്കർ ഹോട്ടൽ ലാഡുണ്ട്. 3 കൊല്ലം. ആഗ്രഹങ്ങളും ബാലൻസ് ഇല്ലാത്ത ഒരാളല്ല. അന്യ നടക്കേണ്ടതൊക്കെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഈ അവാർഡിന് എന്നെ വിളിച്ച മാർച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കല്ല, വിജയകൃഷ്ണനല്ല ഞങ്ങൾ തരുന്നത്, NVR നടത്തുന്നത്, അത് നിങ്ങൾ സ്വീകരിക്കണം. ഉച്ചയ്ക്കാണ് മുമ്പിൽ വിളിച്ചത്. NC-നോട് സമ്മതം ചോദിച്ചതിൻ്റെ ശേഷമാണ്. പക്ഷെ അതിൻ്റെ മുമ്പിലൊക്കെ ഇസ്പ്രാത്തിന്റെ പിന്നിലുള്ള സമസ്ത കുറെ പണ്ഡിതന്മാര് ഉള്ളൊരു സംഘടന. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പണ്ഡിതന്മാരായ ആളുകളല്ല, പണം ഉണ്ടാക്കാൻ വേണ്ടി പണ്ഡിതന്മാരായ ആളുകളല്ല. ഞാൻ നോക്കിക്കാണുന്നതാണ്, തെറ്റാണോ ശരിയാണോ എന്ന്. എല്ലാത്തിലും 2 ആ ആളുകൾ 5 നേരം രാജ്യത്തിന് വേണ്ടിയോ അവരുടെ മുമ്പിൽ വരുന്ന ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ശരിയാണോ തെറ്റാണോ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമുള്ള കുറെ ആളുകൾ നടത്തുന്ന ഒരു പത്രം വിളിച്ചിട്ട് പോവാൻ ഞാൻ അത് ധിക്കാരമാവില്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എന്നെപ്പറ്റി നല്ല വാക്കുകളൊക്കെ സജീവനടക്കമുള്ള NC ബേജാറുണ്ട്, അവിടുന്ന് തട്ടുമെന്നുള്ള എന്റെ ഡയറക്ടർ. അതുകൊണ്ടാണ് NC അത് പറഞ്ഞത്. പക്ഷെ സജീവൻ എന്നെ കൊണ്ടൊന്നും കിട്ടാനില്ല. അപ്പോ നല്ല വാക്കുകളൊക്കെ പറഞ്ഞതിന് നന്ദി. നമ്മളൊക്കെ 24,000 to 28,000 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കും. അതിനപ്പുറത്തേക്ക് ക്യാൻസർ വന്നാലും വന്നിട്ടില്ലെങ്കിൽ, വേറെ സൂക്കേട് വന്നാലും വന്നിട്ടില്ലെങ്കിൽ. ഇന്ന് രാവിലെ ബേബിയിലെ ഡോക്ടർ അനൂപ് എന്നെ വിളിച്ചിരുന്നു. ആരുടെ ആവശ്യം ബേബിയിലൊക്കെ ബെഡുകളും ICU പൂർണ്ണമായി. എന്റെ സ്നേഹിത എനിക്ക് അത്രയും ICUലുണ്ട് അപ്പോഴാണ് അറിയുന്നത്. ആര്യാട മുഹമ്മദ് ICUലാണെന്ന് അപ്പോഴാണ് അറിയുന്നത്. വല്ലാത്തൊരു രീതിയിലാണ് രാജ്യം പോകുന്നത്. ലോകം മുഴുവൻ പോകുന്നത് രാജ്യം മാത്രം. ഏതായാലും ഇതൊന്നൊക്കെ നമുക്ക് മാറാൻ കഴിയട്ടെ. എന്നോട് കാട്ടിയിട്ടുള്ള സുപ്രഭാതത്തിന് ഇനി പരസ്യമില്ല എന്ന് ഉറപ്പിച്ചു. എന്നോട് കാട്ടിയിട്ടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ദിവസം തന്നതിന്റെ മുമ്പിൽ, ഇന്നലത്തെ ദിവസം എൻ്റെ നല്ല ദിവസങ്ങളിലൊന്നായി ഞാൻ ഫേസ്ബുക്കിലിട്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളുടെ സൃഷ്ടാവിനെ ഞാൻ ഇന്നലെ ആദരിച്ചു. ഡോക്ടർ ഒരു പുസ്തകപ്രകാശന ചടങ്ങിൽ വെച്ചു. എന്നാലും ചെറുപ്പം തൊട്ടിട്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും തലശ്ശേരിയിലേക്ക് ആദ്യമായിട്ട് പോയത്, കണ്ണൂർക്ക് ആദ്യമായിട്ട് പോയത് SFIന്റെ ഒരു സമ്മേളനത്തിലാണ് 74. അന്ന് ഞാൻ നോക്കിയത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുള്ള തലശ്ശേരി വരെയുള്ള പാറക്കെട്ടുകളാണ്. പിന്നീട് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ പറയും, ഇതൊക്കെ മുകുന്ദന്റെ പാറക്കെട്ടുകൾ, അവിടെ പോയിട്ട് നമുക്ക് താമസിക്കണം എന്ന് നമ്മളെ യാത്ര ചെയ്യുന്ന കൂടെയുള്ള ആളുകളോട് പറയാറുണ്ട്. അദ്ദേഹത്തെ ആദരിച്ചു. എന്നല്ല നല്ലൊരു ദിവസമാണ്. ഇന്നും ഒരു നല്ല ദിവസമാണ്. നിങ്ങളോട് അങ്ങേയറ്റം NVR കുടുംബത്തിന് ഈ അവാർഡ് എനിക്കുള്ളതല്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളടക്കമുള്ള ഡോക്ടർ അടക്കമുള്ള ആളുകൾക്കുള്ളതായിട്ടാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. അത് അവർക്ക് സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. നന്ദി ശ്രീ വിജയകൃഷ്ണൻ. ഇനി സംസാരിക്കുന്നത് ഡോക്ടർ നാരായണൻകുട്ടി വാര്യരാണ്. ഒരു സന്തോഷം കൂടി വിജയകൃഷ്ണൻ അവസാനമായി പറഞ്ഞു, ഇന്നലെ ഡോക്ടറുടെ ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങിയ ദിവസമാണ്. അതും മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ, മലയാളത്തിൻ്റെ പുണ്യമായ ശ്രീ M. മുകുന്ദൻ ഡോക്ടർ ആദ്യ പുസ്തകം ക്യാൻസർ കഥ പറയുമ്പോൾ എന്നത് ഇന്നലെ പുറത്തിറക്കി. അപ്പോൾ ഡോക്ടർക്കും ഇന്നലെ ആദ്യത്തെ കുട്ടി ജനിച്ച സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വീകരണം കൂടിയായി, ആദരവ് കൂടിയായി കാണുക. ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്നലെ എൻ്റെ ഒരു ബുക്കിൻ്റെ റിലീസായിരുന്നു. ശ്രീ നവാസ് പൊന്നൂർ പറഞ്ഞ പോലെ അത് ആദ്യത്തെ കുട്ടി തന്നെയാണ്. അപ്പം എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ ഒരു ബുക്കിലേക്ക് ആക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യം കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേര് അതിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സമാപ്തിയായിരുന്നു ഇന്നലെ ഉണ്ടായത്.
അപ്പോൾ എല്ലാവരും ആ ബുക്കിനെ പറ്റി ഇങ്ങനെ വേദിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല കാര്യങ്ങൾ പറയുന്നു, ബുക്ക് നല്ലതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെയർമാൻ എന്നോട് പറഞ്ഞു, നാളെ സുപ്രഭാതത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, രാവിലെ 9-10 മണിക്ക് നിങ്ങളൊന്ന് പോകണം കേട്ടോ അതിനെന്ന് പറയുന്നു. അപ്പം ചെയർമാൻ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചടങ്ങായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ വെച്ച് ഈ ബുക്കിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്, എനിക്ക് തോന്നുന്നു സുപ്രഭാതം സംഘടിപ്പിച്ച ഒരു ചർച്ചയാണ് ഈ ബുക്കിനെ പറ്റിയിട്ട്. അപ്പം ഇത്ര രാവിലെ തന്നെ എനിക്ക് പോകാൻ വിഷമാണല്ലോ എന്നൊക്കെ ഞാൻ പറയും ചെയ്തു. അപ്പം ചെയർമാൻ അന്നേരം പറഞ്ഞില്ല ചെയർമാൻ വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്തായാലും പോകണം, അവർ അത്രയും കാര്യമായിട്ട് വിളിച്ചതാണ്, അപ്പം എന്തായാലും നിങ്ങൾ പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഈ കുറേ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് രാത്രി ലേറ്റായിട്ട് എത്തിയത് ഞാൻ നോക്കിയതുമില്ല. രാവിലെ വാട്സപ്പ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ഉള്ള എല്ലാ ഭയങ്കരമായിട്ടുള്ള അത്ഭുതം ഉണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻ്റെ എൻ്റെയും പേര് 2 പേരുടെയും പേര് അതിൻ്റെ അത് കണ്ടു. അപ്പൊ ചെയർമാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം എന്നെ ഏൽപ്പിക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. സത്യം പറയാച്ചാൽ അങ്ങനെ ഒരു സാധ്യതയില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പം വളരെ എന്താ പറയുക, ഇങ്ങനൊരു പണി കിട്ടി എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർമാന് അത് ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങാനുള്ള ഒരു എന്താ പറയുക, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ആ വിനയത്തിന്റെ ഭാഷയിൽ പുറത്തു വരുമ്പോൾ എപ്പോഴും പറയുക വെച്ചാൽ അദ്ദേഹം അതിന് ഡിസേർവിങ് അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനല്ല ഇത് എന്ന് പറയും. ശരിക്കും പറയാ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിത്വങ്ങളിലെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ചെയർമാൻ. അത് പറയുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ, ഇപ്പം രാഷ്ട്രീയക്കാരന്മാരെ നമ്മൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ മാതിരി അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലക്കാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇന്നെന്തോ അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ, അല്ലെങ്കിൽ പറയായിരുന്നു. വായറിനെ പോയി കണ്ടപ്പോൾ വായറിന് പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല, നിങ്ങളിങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കില്ല എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ് അദ്ദേഹം ഈ പറയുന്ന പ്രൊജക്റ്റുകളൊക്കെ ബാക്കിയുള്ളവർക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല, പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. അപ്പം ഈ പറഞ്ഞ മാതിരി എന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നതിൽ നമുക്ക് നല്ലൊരു ടീമിനെ അവിടെ സംഘടിപ്പിക്കാൻ പറ്റി. ആ ടീമിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു സാധാരണ കർമ്മം മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ കണ്ടില്ല, യുദ്ധത്തിൽ വലിയ ബ്രിഗേഡിയർമാരൊക്കെ റൂമിലിരുന്നു നമ്മുടെ പടയാളികളൊക്കെ വീരമൃത്യു വരിച്ചുകൊണ്ട് നമ്മൾ പല നേട്ടങ്ങളും കൊയ്യുന്നു. അതേ കാര്യം തന്നെയാണ് നമ്മുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. എല്ലാവരും വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന നേട്ടങ്ങൾക്കൊക്കെ ഭാര്യ ഡോക്ടറാണ് നേട്ടങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ടീമിനുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഇതിലെ ഈ പുരസ്കാരത്തിൻ്റെ അർഹത. ആ ടീം എന്ന് പറയുന്നത് ചെയർമാൻ തൊട്ട് നമ്മുടെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുഴുവനുണ്ട് ഇവിടെ. അതുകൂടാതെ അസംഖ്യം ആളുകളും നമ്മളുടെ ആശുപത്രിയിലത്തെ അസംഖ്യം ആളുകളും നമ്മുടെ ജീവനക്കാരും എല്ലാവരും. പക്ഷെ ഒരു കാര്യം പറയാം പ്രത്യേകം, ഈ ചുരുങ്ങിയ 5 വർഷം കൊണ്ട് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ നമുക്കത് അങ്ങനെ ഒന്ന് സാധിച്ചത് തന്നെ വളരെ നല്ല നയങ്ങൾ എടുക്കുകയും ആ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ടീം വർക്ക് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ശ്രീ സജീവൻ പറഞ്ഞു, ഒരു സാധാരണ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ്റെ മകനെ സഹായിക്കുന്നതിലൂടെ ഡോക്ടർക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് പറഞ്ഞു. ഡോക്ടർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് സത്യം പറയാച്ചാൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രോഗീനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ നേട്ടമാണ്. ഇപ്പോൾ ഞാനൊരു ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാകുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആ ദൗത്യം ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലധികം വലിയ ഒരു കർമ്മശ്രേഷ്ഠ അവാർഡില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ചടങ്ങുകൾക്കൊക്കെ വരാനുള്ള മടിയും. എന്ന് വെച്ചാൽ അതാണ് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടവും അത് തന്നെയാണ്. അപ്പം അതിന് ഇപ്പം ഞാനിപ്പോൾ ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്കതിന് ചികിത്സ ഉണ്ടെന്നറിയാം,
പക്ഷെ ഞാൻ ആ മരുന്ന് എഴുതി കഴിഞ്ഞാൽ ആ മരുന്ന് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരാജയവും എൻ്റെതാണ് സത്യം പറയിച്ചാൽ. അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴായിട്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറുടെ കടമ എന്ന് പറയുന്നത് ഒരു മരുന്ന് എഴുതുക എന്നുള്ളതിലുപരി അത് വ്യക്തമായിട്ട് അത് രോഗിയിലേക്ക് എത്തിക്കുകയും രോഗിയെ അതിൻ്റെ അകത്തൊക്കെ രക്ഷപ്പെടുത്തി തിരിച്ച് സമൂഹത്തിലേക്ക്, ജീവിതത്തിലേക്ക് അതിൻ്റെതായ എല്ലാ പ്രഭാവത്തോടു കൂടിയും തിരിച്ചു വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് പറയും. അപ്പം അത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദവും എൻ്റെ നേട്ടവും. അതുകൊണ്ടാണ് അവരെ സഹായിക്കുന്നത്. അതിലൊരു ചെറിയ ഈ ഒരു ഡോക്ടർക്ക് എന്താണ് നേട്ടം വെച്ചാൽ ഇതാണ് ഡോക്ടർ നേട്ടം. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളിൽ പോകാറുണ്ട്. ബോധവൽക്കരണ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഡോക്ടർമാരെല്ലാം സാധാരണഗതിയിൽ അസുഖം വരുന്നത് ഇഷ്ടപ്പെടില്ല എന്നാലും പക്ഷെ ആളുകൾ അങ്ങനെ പറയും, അതായത് നിങ്ങൾക്ക് രോഗികളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയില്ല, സത്യം തന്നെയാണ്. അപ്പം പിന്നെ ഈ ക്യാൻസർ ബോധവൽക്കരണം ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഡോക്ടർക്ക് കിട്ടുന്ന നേട്ടം എന്താ വെച്ചാൽ ഒരു ക്യാൻസറെങ്കിലും തടയാൻ പറ്റും. അത് നല്ല ഏറ്റവും നല്ലത്. പക്ഷെ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന രോഗിയോട് ഞാനിത് വളരെ നന്നായിട്ട് മാറ്റിത്തരാം, നിങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി അയക്കാൻ എനിക്ക് സാധിക്കും, ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്ന സന്തോഷവും അയ്യോ നിങ്ങളുടെ അസുഖം കുറച്ച് ലേറ്റാണ്, നമുക്കതിനകത്ത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിലുള്ള സ്ട്രെസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മനോവ്യഥയുണ്ട് അതിൽ. അതിനെക്കാട്ടിയും നല്ലതാണ് നമ്മൾ കുറച്ച് പരിശ്രമിച്ചിട്ട് കുറച്ചധികം പേർക്ക് നേരത്തെ അസുഖം കണ്ടുപിടിക്കുകയും ഒരു സാധാരണ അസുഖം പോലെ നമുക്ക് ചികിത്സിച്ച് അവരെ ഭേദമാക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാലുള്ള സന്തോഷം. അപ്പം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൊഴിയുന്നവരാണ് ഞങ്ങൾ ഡോക്ടർമാർ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും സമൂഹത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നത്. അത് ഡോക്ടർമാരുടെ ഒരു കടമയാണ്, അല്ലാതെ ഒരു ഡോക്ടർ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഇങ്ങനത്തെ ഒരു അവാർഡ് തന്നതിനും നമ്മളെ ഒരു അംഗീകാരം തന്നതിനും ഈ അംഗീകാരങ്ങൾക്കുള്ള മറ്റൊരു ചെറിയ വിഷമം എന്ന് വെച്ചാൽ നമ്മൾ അംഗീകാരം ഏറ്റെടുക്കുന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കുകയാണ്. നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും കഴിഞ്ഞ് പിന്നെയും അംഗീകാരങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഷ്കരമായുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എൻ്റെ ടീമിൽ വളരെയധികം വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ പിന്നിൽ നിന്നുകൊണ്ട് അവരെ നയിക്കുന്നതുകൊണ്ട്, മുന്നിൽ നിന്നെന്ന് ഞാൻ പറയില്ല, ചില അവരാണ് പോരാളികൾ, അവരെ ആ ടീമുള്ളത് കൊണ്ടും നമ്മുടെ ആ ടീമിനെ അത്രയധികം വിശ്വാസമുള്ളതുകൊണ്ടും കംപ്ലീറ്റ് ഫ്രീഡത്തോടു കൂടിയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ഒരു മാനേജ്മെൻറ്റ് ഗ്രൂപ്പും ഉള്ളതുകൊണ്ട് ഇനിയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാനിത് സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവസാനിക്കുകയാണ്. മറുപടി പ്രസംഗം ശ്രീ ജയേന്ദ്രൻ, ഇപ്പോഴത്തെ സെക്രട്ടറി. നമസ്കാരം അധ്യക്ഷൻ, മുഖ്യാതിഥി എന്നിവയുടെ സ്വീകരണം നൽകുന്ന ചെയർമാൻ ശ്രീ CN വിജയകൃഷ്ണൻ, ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ, നവാസ് മുനു, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും, നിങ്ങൾക്കെല്ലാം നമസ്കാരം. ഞാൻ തീർച്ചയായും യാദൃശ്യമാണ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. കാരണം ഈ ഒരു ഫംഗ്ഷൻ അവർ എത്രയും ഷോർട്ട് പീരീഡിലാണ് അവർ സംഘടിപ്പിച്ചത്. ഇത് ഭംഗിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് എവിടെ വെക്കണം എന്ന് പറഞ്ഞ മാതിരി അവർ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവർ അതിനെപ്പറ്റി പ്ലാൻ ചെയ്തു, അപ്പോഴേക്കും വേറെ ഓർഡറുകളെല്ലാം വന്നു. ജസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെ വേദിയിലേക്ക് മാറ്റണം. അങ്ങനെ അവർ കൺഫ്യൂഷനിലായിരുന്നു. എങ്കിലും ഏറ്റവും നന്നായിട്ട് അവർ സംഘടിപ്പിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് വൈകിട്ട് പോലും അവർ ഫൈനലൈസ് ചെയ്തില്ല. അപ്പൊ പിക്കൻ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ചെയ്തോളൂ, ഭംഗിയായിരിക്കും, ഇപ്പോഴത്തെ സാഹചര്യത്തെ അങ്ങനെ വൈകിട്ട് അവർ പറഞ്ഞു ഇവിടെ ആണെന്ന് പറഞ്ഞു. വൈകിട്ട് ഒരു 8 മണിക്കാണ് നമ്മൾ അത് അറിയുന്നത്. ഏറ്റവും ഭംഗിയായി ഇതിലെല്ലാവരും ഭംഗിയാക്കും. ഈ ഒരു വേദി പങ്കിടാൻ എനിക്ക് സാധിച്ചത് നമ്മുടെ ചെയർമാനിൽ നിന്നാണ്. കാരണം ചെയർമാന്റെ ദീർഘവീക്ഷണം കൊണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു, കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MBR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ സ്ഥാപിച്ചു. ഇന്ന് അത് ലോക പ്രശസ്തി ആർജിച്ചു. അതിന്റെ സെക്രട്ടറി ആയിട്ട് എനിക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചു. ആ ഒരു
നിമിഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദി ഇങ്ങനത്തെ കാരണം ഒരു റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാള് ഇത്രയും പേര് വേദി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ ചെയർമാന്റെ കഴിവുകൊണ്ടാണ്. അതുപോലെ തന്നെ അവിടുത്തെ വരുന്ന രോഗികളെ എല്ലാം തന്നെ നമുക്ക് കാണാനും പരിചരിക്കാനും നമ്മുടെ ഡോക്ടേഴ്സിനെ കാണാനും ഇതേപോലെ തന്നെ ഡോക്ടർ നാരായണൻകുട്ടിയെ കോണ്ടാക്ട് ചെയ്യാനും എല്ലാം സാധിച്ചതും ഇതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നതും കൊണ്ടാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരുവിധം ഇപ്പോഴത്തെ എന്റെ ഈ പ്രകൃതി കൊണ്ട് എല്ലാവരും അറിയില്ലെങ്കിലും എല്ലാവരും ഞാൻ നേരത്തെ അറിയുന്ന ആൾക്കാരാണ്. ഒക്കെ നല്ലവരല്ല NC ഇവിടെയുള്ള ചാക്കുണ്ണിയാണ്, അങ്ങനെ ഇവിടെ ഇവർക്കൊക്കെ അറിയാവുന്ന സജീവേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴെന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇതിൽ എത്തിയില്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ ഒരു അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിട്ട് അത് മെല്ലെ മാറ്റി ഇവിടെ എത്തിയില്ലെങ്കിൽ എന്താവും? ഇത്ര നന്നായിട്ടുള്ള ഒരു ഫംഗ്ഷനാണത്. ഇതിൽ വന്ന് ഇതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരും കാണാനും ഈ ഒരു വേദി പങ്കിടാനും സാധിച്ചാൽ ഞാൻ നിങ്ങളോട് എല്ലാവരും നന്ദി പറയുന്നു. കൂടാതെ തന്നെ ഇതിലെ നിങ്ങളും തന്നെ സുപ്രഭാതത്തിന്റെ ആൾക്കാരും നാട്ടുകാരും നിങ്ങളും എപ്പം തന്നെ ഇതേപോലെ തന്നെ സാന്ത്വന പരിപാടികളിൽ എല്ലാം തന്നെ നമ്മളോടൊപ്പം സഹകരിക്കണം. നിങ്ങളുടെ കൂടെ തന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ സഹകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് MVR കുടുംബത്തിന്റെ സ്ഥാപക സെക്രട്ടറി, ഈ MVR ക്യാൻസർ സെന്ററിന്റെ സ്ഥാപക സെക്രട്ടറി ശ്രീ വേലായുധൻ. നവാസും സജീവനും ഞാൻ അവരുടെ കൂട്ടത്തിൽ പത്രപ്രവർത്തകനായി വർക്ക് ചെയ്തവരാണ്. ആ ബന്ധമാണ് കൂടുതലും. അതിപരിക്ക് നവാസിൻ്റെ ബന്ധം. MVR ക്യാൻസർ സെന്ററിന് ഞാൻ എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്കറിയില്ല. വിജയകൃഷ്ണനുമായിട്ടുള്ള ബന്ധം കാരണം ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഒരു ബന്ധമാണ്. വിജയകൃഷ്ണന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. അതിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ ആക്കിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും എടുക്കണം. ഈ ഘട്ടത്തിൽ എനിക്കൊരൊറ്റ ഒരു അപേക്ഷ നിങ്ങളോടുള്ളത്. സമസ്ത എന്നൊരു വലിയൊരു പ്രസ്ഥാനം നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഈ ക്യാൻസർ രോഗികളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് MVR ക്യാൻസർ സെൻ്ററിന് മാസ് കെയർ എന്ന് പറഞ്ഞൊരു ചികിത്സാ സ്കീമുണ്ട്. രോഗമില്ലാത്ത ഒരാൾ 15,000 രൂപ കൊടുത്ത് അതിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതാവസാന കാലം വരെ 5 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായി കൊടുക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് അതിൽ. അപ്പം നമുക്ക് ഈ സമസ്ത പോലുള്ള ഒരു സ്ഥാനത്തിലേക്ക് അതൊരു പുണ്യകർമ്മം എന്ന നിലയിലേക്ക് അതിലേക്ക് ആളുകളെ ചേർക്കാൻ താല്പര്യമെടുക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒരാൾക്ക് പണം കൊടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ചികിത്സ ആവശ്യം വന്നില്ലെങ്കിലും മറ്റൊരു പാവപ്പെട്ട ഒരാൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. ആ പദ്ധതിയിൽ നിങ്ങളെല്ലാവരും താല്പര്യം എടുക്കണം. പ്രത്യേകിച്ച് സമസ്ത അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ശക്തി അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി പ്രകടനം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ അസ്ലം. മോർണിംഗ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. നമുക്ക് സുപ്രഭാതം ജീവനക്കാർക്ക് വളരെ നല്ലൊരു മോട്ടിവേഷൻ നൽകുന്ന ഒരു സ്പീച്ചാണ് നമ്മുടെ MVRന്റെ ചെയർമാൻ നമുക്ക് മുമ്പിൽ വെച്ചത്. നിങ്ങൾക്കറിയാം, MVRും സുപ്രഭാതവും അവിടെയുള്ള ആൾക്കാരും ഇവിടെയുള്ള ആളുകളും ജീവനക്കാരും രണ്ടുപേരും സേവന രംഗത്താണ് പ്രവർത്തിക്കുന്നത്. സുപ്രഭാതത്തിന്റെ ജീവനക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല സുപ്രഭാത ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും MVRന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സുപ്രഭാത ജീവനക്കാർ ഒരു സമൂഹ സേവനം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച നമ്മുടെ സുപ്രഭാതം ഡയറക്ടറും നമ്മുടെ ഖാദിയുമായ ജമുലുൽ തങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഷാവറ അംഗം നമ്മുടെ എല്ലാമായ ഉമർ ഫൈസി, നമ്മുടെ മാനേജിങ് എഡിറ്റർ നവാസ് ഖാൻ, അതുപോലെ തന്നെ സജീവേട്ടൻ, പിന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് വേണ്ടി നടത്താൻ വേണ്ടി നമ്മളോട് സഹകരിച്ച MVR ചെയർമാൻ CN വിജയകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ ഡോക്ടർ നാരായണൻകുട്ടി സാർ, ഇവർക്ക് വേണ്ടി സുപ്രഭാതത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിച്ച് നമ്മോടൊപ്പം നിന്ന നമ്മുടെ CEO മുസ്തഫ മാസ്റ്ററെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. waytonikah.com, the exclusive Muslim matrimonial site.